ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഫ വേൾഡ്. അങ്ങനെ ആദിയെയും ഒരുക്കിക്കൊണ്ട് അരുൺ താഴേക്ക് ഇറങ്ങി വന്നു. ആദിയുടെ വരവിനായി അവൻ്റെ അച്ഛനും അമ്മയും കുടുംബവും ഫ്രണ്ട്സും എല്ലാവരും കാത്തിരിക്കുകയാണ്. അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ പരിപാടി നടത്താനായി. അതിന് ആദ്യം കൂടി വേണമായിരുന്നു. അതിനാണ് എല്ലാവരും കൂടി അരുണിനെ പറഞ്ഞയച്ചത്. അവൻ വരില്ല, നീ ചെന്ന് അവനെ വിളിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞ് അരുണിനെ പറഞ്ഞയച്ചതായിരുന്നു. ആദിയുടെ 2 ഫ്രണ്ട്സ് മാത്രം വന്നിട്ടുള്ളായിരുന്നു. അത് രണ്ടും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. അവൻ കോളേജിൽ പഠിച്ച കാലത്ത് അവന് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരൊരു ഗ്യാങ് തന്നെയായിരുന്നു. ഗ്യാങ് ലീഡറായിരുന്നു ആദി. റൗഡിസത്തിനും റാഗിങ്ങിനും അങ്ങനെ എല്ലാത്തിനും ഒപ്പം ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവൻ്റെ കൂടെ. ഇവനെ മുൻനിർത്തിയായിരുന്നു അവൻ എല്ലാവരും റാഗിങ് ഒക്കെ ചെയ്തിരുന്നത്. എല്ലാവർക്കും ഇവനെ പേടിയായിരുന്നു. ഇവൻ നന്നായി അടിക്കുമായിരുന്നു എല്ലാവരെയും. അവൻക്ക് ദേഷ്യം വന്നാൽ അവൻ എന്താ ചെയ്യുന്നതെന്ന് അവൻക്ക് തന്നെ അറിയില്ലായിരുന്നു. എന്നാൽ അതിനും മേരെ നല്ല സ്വഭാവമായിരുന്നു. നല്ല രീതിയിൽ പെരുമാറാനും അവൻക്കറിയാമായിരുന്നു. നല്ല രീതിയിൽ പാട്ട് പാടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു. എന്നാലും പേടിയുമായിരുന്നു. നിലയുമായി പിരിഞ്ഞതിന് ശേഷം അവരോടൊത്ത് കൂട്ടുകൂടിയിട്ടില്ലായിരുന്നു. കാരണമൊന്നുമല്ല, അവരിൽ ചിലരൊക്കെ അവനെ കളിയാക്കുമായിരുന്നു. 2 വർഷം പ്രണയിച്ചില്ലേ, എന്നിട്ട് അവളെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കുമായിരുന്നു. അതുകൊണ്ട് അവരുമായുള്ള എല്ലാ ബന്ധവും അവൻ അവിടെ വെച്ച് നിർത്തി. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുകൾ അങ്ങനെയൊന്നുമല്ല, അവനെ സപ്പോർട്ട് ചെയ്ത് അവൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആദിക്ക്. അവൻ്റെ ഒരു ഫ്രണ്ട് വിദേശത്താണ്, ഒരു ഫ്രണ്ട് നാട്ടിലും. അവർ 2 പേരും എന്തൊക്കെയോ ബിസിനസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അവർ 2 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും ഒരൊറ്റ വേവലാതിയേ ഉണ്ടായിരുന്നുള്ളൂ, ആദിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സങ്കടത്തിലായിരുന്നു അവർ. ഇപ്പോൾ അവൻ്റെ വിവാഹം നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് 2 പേർക്കും സന്തോഷമായി. അവൻ വിദേശത്തെ ജോലിയിൽ കുറച്ച് ദിവസത്തെ ലീവൊക്കെ എടുത്ത് അവൻ്റെ ഫാമിലിയും അവനും കല്യാണം കൂടാൻ വേണ്ടി മാത്രം നാട്ടിലേക്ക് വന്നതാണ്. എന്നാൽ അരുൺ അങ്ങനെയല്ല. അരുൺ കുറേ ഫ്രണ്ട്സുകളുണ്ട്, ബോയ്സായിട്ടും ഗേൾസായിട്ടും അങ്ങനെ കുറേ ഫ്രണ്ട്സ്. അവൻ തെമ്മാടി പോലെ തെമ്മാടി കളിച്ചുകൊണ്ടും അങ്ങനെ എല്ലാവരുടെ ഇടയിലും തമാശ പറഞ്ഞുകൊണ്ടും ഒക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അരുണിന്. അവൻ എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അവനെ ഇഷ്ടമാണ്. അവന് കുറേ ഫ്രണ്ട്സുകളുണ്ട്. അവരെല്ലാവരും വന്നിട്ടുണ്ട്, ബോയ്സും ഗേൾസും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് തലേന്ന് തന്നെ വരണം, നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവരെ വരുത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുമുണ്ട്. അവരാരും ആദ്യമേ കണ്ടിട്ടില്ലായിരുന്നു. കണ്ടപ്പോൾ വാവ്, എന്ത് സുന്ദരനാണ് നിൻ്റെ ഏട്ടൻ, എവിടെയൊക്കെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, സിനിമയിൽ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? അപ്പോൾ അരുൺ പറഞ്ഞു, 2 സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്, അതിൽ തന്നെ പാട്ട് പാടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് എവിടെയോ കണ്ടതുപോലെ തോന്നി. എന്നിട്ട് ഇത്രയും വലിയ ആളാണോ നിൻ്റെ ഏട്ടൻ? നീ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ സിനിമയിലൊന്നും അഭിനയിച്ചില്ലേ? ഇല്ല, പിന്നെ അഭിനയിക്കാനൊന്നും പോയിട്ടില്ല, താല്പര്യമില്ലായിരുന്നു. ബിസിനസ്സിനാണ് താല്പര്യം, അതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. മറ്റേതെല്ലാം കൈവിട്ടു. നല്ല പാട്ട് പാടുമായിരുന്നു എൻ്റെ ഏട്ടൻ. എൻ്റെ അമ്മയുടെ കഴിവാണ് എൻ്റെ ഏട്ടന് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഏട്ടൻ നല്ല പാട്ട് പാടുന്നു. നമുക്ക് ഏട്ടനെ കൊണ്ട് പാട്ടെല്ലാം പാടിപ്പിക്കാം, നമുക്ക് ഉഷാറാക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു. ഗാനമേളയായിട്ടും ഇന്നലെയും കുറേ നടന്നു പരിപാടിയെല്ലാം. നിങ്ങളൊക്കെ വരേണ്ടതായിരുന്നു എന്നൊക്കെ അരുൺ അവരോട് പറഞ്ഞു. നിങ്ങളാരും ഇല്ലാഞ്ഞിട്ട് വലിയ രസമൊന്നുമില്ലായിരുന്നു. ചെറുതായിട്ട് ഫാമിലി മെമ്പേഴ്സ് മാത്രം കൂടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഹൽദി ആയിരുന്നു ഇന്നലെ എന്നൊക്കെ അരുൺ അവരോട് ഇങ്ങനെ പറയുകയായിരുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പരിപാടി തുടങ്ങുകയാണ്. പാട്ടും കൂത്തും അവൻ സിനിമയിൽ പാടിയ പാട്ടുകളുമൊക്കെ ഇട്ട് അവൻ്റെ കല്യാണം ആഘോഷമാക്കാനാണ് അവർ തീരുമാനിച്ചത്. അതൊക്കെ തുടങ്ങി. എല്ലാവരും ആഘോഷത്തിൽ മതിമറക്കുകയാണ്. പാട്ടും ചിരിയും കളിയും എല്ലാം. ചിലർ ഭക്ഷണം കഴിക്കാനും പോകുന്നുണ്ട്. എന്തൊക്കെ നടത്തിയിട്ടും ആദ്യക്കൊരു സന്തോഷവുമില്ല. അരുണിൻ്റെ ഫ്രണ്ട്സുകൾ ചോദിച്ച്, നിൻ്റെ ഏട്ടനെന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ തോന്നുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അരുണിനോട് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് തോന്നുമായിരിക്കും, ഏട്ടൻ ഇങ്ങനെ തന്നെയാണ്. ഏട്ടൻ പെട്ടെന്ന് ഇതെല്ലാം കണ്ടപ്പോൾ സർപ്രൈസ് ആയതായിക്കാരം, അതുകൊണ്ടായിക്കാരം ഇങ്ങനെയൊക്കെ നിൽക്കുന്നതല്ല, ഏട്ടന് കുഴപ്പങ്ങളൊന്നുമില്ല. എന്തേ അങ്ങനെയുള്ള മാതിരി തോന്നിയോ? അപ്പോൾ എന്തോ പ്രശ്നമുള്ള മാതിരി തോന്നി, ഒരു സന്തോഷമില്ല, എപ്പോഴും എന്തോ ആലോചിച്ച് നിൽക്കുന്ന പോലെയൊക്കെ തോന്നി. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയായിരിക്കും, ഏട്ടന് കുഴപ്പമൊന്നുമില്ല എന്ന് അരുൺ പറഞ്ഞു.
അവർ പിന്നെയും ആഘോഷത്തിലേക്ക് ഇറങ്ങി. പാട്ടും ഡാൻസും എല്ലാം അവർ ആസ്വദിച്ചു. എന്നാൽ ഇതേ സമയം സ്നേഹയുടെ വീട്ടിലും എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഡാൻസും പാട്ടുമായി അവളുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അവൾ 2 കോളേജുകളിലായിട്ടാണ് പഠിച്ചത്. ഒരു വർഷം ഒരു കോളേജിലും 2 വർഷം വേറൊരു കോളേജിലുമായിട്ടാണ് പഠിച്ചത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. ആ 2 കോളേജിലെയും ഫ്രണ്ട്സുകളെല്ലാം വന്നിട്ടുണ്ട്. ബോയ്സും ഗേൾസും എല്ലാവരും വന്നിട്ടുണ്ട്. അവൾക്ക് സന്തോഷമായി. അവളും ഡാൻസും പാട്ടും എല്ലാത്തിലും കൂടിച്ചേർന്നു. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ചില നേരം അവളുടെ ഫ്രണ്ട്സ് അവളെ പറഞ്ഞ് കളിയാക്കുന്നുമുണ്ട്. നാളെ നിൻ്റെ വിവാഹമാണ്, നീ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്, നീ ഇനി പഴയതൊന്നും ഓർക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കുമുണ്ട് ഒരു ഫ്ലാഷ് ബാക്ക്. അത് പിന്നെ പറയാം. ഇപ്പോൾ അവളുടെ കല്യാണമാണ്. അവർ നല്ല ആഘോഷത്തിലാണ്. ആദിയുടെ വീട്ടിൽ എല്ലാവരും ഡാൻസ് കളിക്കുന്നതിനിടയിലാണ് ആദിയുടെ അമ്മായിക്ക് പെട്ടെന്നൊരു തളർച്ചയും നെഞ്ഞുവേദനയും എല്ലാം തോന്നി. പെട്ടെന്ന് അവിടെ വീണ് പോവുകയായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഡാൻസ് കളിയെല്ലാം പാട്ടും നിർത്തി അമ്മായിയുടെ അടുത്തേക്ക് ഓടി. അമ്മായി മിണ്ടുന്നില്ല, കണ്ണു തുറക്കുന്നില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ആദിയും അരുണും ആദിയുടെ അച്ഛനും എല്ലാവരും കൂടി അമ്മായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എത്ര വിളിച്ചിട്ടും എത്ര തട്ടിയിട്ടും അമ്മായി കണ്ണു തുറക്കുന്നില്ലായിരുന്നു. അവർ ആകെ പേടിച്ചു. പെട്ടെന്ന് വിട് അരുൺ, അമ്മായി വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലെന്ന് ആദി പറഞ്ഞു. പെട്ടെന്നാണ് ഏട്ടാ ഞാൻ പോകുന്നത്, ഇതിലുള്ള എല്ലാ സ്പീഡും ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പറപ്പിച്ചു വിട്ടു. അവൻ ഹോസ്പിറ്റലിലെത്തി. വേഗം ICUലേക്ക് മാറ്റി. എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആദ്യം വിചാരിച്ചു, ഈ ഒരു കാരണം കൊണ്ടായി എൻ്റെ മുടങ്ങിയാൽ മതിയായിരുന്നു, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു താ ദൈവമേ എന്ന് പറഞ്ഞിരുന്നു ഞാൻ. ഈ ഒരു വഴി ആയിരിക്കും ദൈവം എനിക്ക് കാണിച്ചു തന്നത്. അമ്മായിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ, പെട്ടെന്ന് സുഖമാകണേ എന്നൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. എന്നാലും എൻ്റെ വിവാഹം ഒന്നും മുടങ്ങണം, കുറച്ചും കൂടി എനിക്ക് ദിവസങ്ങളൊന്ന് നീട്ടി കിട്ടിയാൽ മതിയായിരുന്നു, അത്രയും ആശ്വാസത്തിൽ നിൽക്കാമല്ലോ എന്നൊക്കെ കരുതി. ആദിയുടെ അച്ഛനാണെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പെങ്ങൾക്കൊന്നും വരുത്തല്ലേ, എത്രയും പെട്ടെന്ന് സുഖമാകണേ, എൻ്റെ മോൻ്റെ വിവാഹമാണ് നാളെ, അത് മുടങ്ങരുതേ എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ വന്നു. കുറച്ച് സീരിയസ് ആണ്, BP നന്നായിട്ട് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ്റെ അച്ഛന് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കല്യാണം മാറ്റിവെക്കാം എന്ന് പറഞ്ഞു. അമ്മായി എങ്ങനെ ഇട്ടിട്ട് കല്യാണം നടത്തണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ സ്നേഹയുടെ അച്ഛന് വിളിച്ചു പറഞ്ഞു, എൻ്റെ പെങ്ങൾക്ക് വയ്യ, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. നമുക്ക് 2 ദിവസത്തിന് ഒരാഴ്ചക്കോ വിവാഹം മാറ്റിവെച്ചാലോ എന്നൊക്കെ ചോദിച്ചു. ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് ആദി കേട്ടു. ആദിക്ക് സന്തോഷമായി. അമ്മായിയുടെ ഈ അസുഖം പെട്ടെന്ന് മാറണമെന്നുമുണ്ട്, എന്നാൽ എൻ്റെ വിവാഹം നീട്ടിയല്ലോ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു. ഈശ്വര നന്ദിയുണ്ട് ഈശ്വര, എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ, എന്ത് വഴിപാടുമാണെങ്കിലും ഞാൻ ചെയ്തോളാം, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അവൻ പ്രാർത്ഥിക്കുകയാണ്. അരുണിനാണെങ്കിൽ വിഷമമാണ്. ഏട്ടൻ്റെ വിവാഹമാണ്, അത് മുടങ്ങരുത്, മുടങ്ങിയാൽ ഇനി നടക്കില്ലെന്ന് അവൻക്കറിയാം. അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും അമ്മായിക്ക് എത്രയും പെട്ടെന്ന് സുഖമാകണേ എന്നും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നൊരു ഡോക്ടർ ഓടി വന്നു ചെക്ക് ചെയ്യുകയാണ്. അവർ ഒന്നും ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നേഴ്സുമാരും കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പുറത്തേക്ക് വന്ന് പറഞ്ഞു, ഇപ്പോൾ നോർമലായിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ തന്നെ റൂമിലേക്ക് മാറ്റാം, ഒരു ട്രിപ്പ് ഇട്ടാൽ മാറാവുന്നതേ ഉള്ളൂ, ഒരു BP ഇപ്പോൾ നോർമലായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാം, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം സുഖമായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ആദിക്ക് ആകെ വിഷമമായി. ഇനി എന്ത് ചെയ്യും? ഈ കാര്യം എത്രയും പെട്ടെന്ന് അച്ഛൻ സ്നേഹയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, കല്യാണം മാറ്റിവെക്കണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരു ട്രിപ്പ് ഇട്ടാൽ മാറി വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. അമ്മായിയെ റൂമിലേക്ക് മാറ്റി. അരുൺ അടുത്ത് വന്ന് പറഞ്ഞു, എന്തു പറ്റി അമ്മായി, ഇങ്ങനെയൊന്നും ഉണ്ടാവാത്തതാണല്ലോ. അപ്പോൾ അമ്മായി പറഞ്ഞു, എനിക്കറിയില്ല, ഇനി സന്തോഷം കൂടിയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്നൊരു തളർച്ച വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ആദ്യം ചിന്തിച്ചു,
ഇതുവരെ സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് എത്ര പെട്ടെന്ന് മാറി? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്നെ പരീക്ഷിക്കുകയാണോ ദൈവമേ? അവൻ്റെ മുഖം വാടി നിൽക്കുന്നത് കണ്ട് അമ്മായി ചോദിച്ചു, നീ പേടിച്ചോ നിന്റെ വിവാഹം മുടങ്ങുമെന്ന്? ഇല്ല, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതല്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും മുടങ്ങത്തില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ അമ്മായിയോട് ചിരിച്ചു അവൻ. എന്നിട്ട് പുറത്തിറങ്ങി ആകെ മൂഡ് ഓഫിൽ അവൻ അവിടെ ഇരുന്നു. ട്രിപ്പ് ഇട്ട് എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് പിരിഞ്ഞു വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കാൻ ഒരുങ്ങുകയാണ്. അമ്മായിയെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അരുൺ. ആദ്യം മുകളിലേക്ക് പോയി. അവന് ഉറക്കം വരുന്നില്ലായിരുന്നു. എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നേരം വെളുപ്പിച്ചു. ഇന്നാണ് എൻ്റെ വിവാഹം, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഇത് മുടങ്ങുന്നില്ലല്ലോ ദൈവമേ, ഇത് മുടങ്ങത്തില്ല. അവൾ എനിക്കുള്ളതാണെന്ന് തോന്നുന്നു. ഇനി എന്തു ചെയ്യും? അവളെ വിവാഹം ചെയ്യല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ കരുതി അവൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആരും എഴുന്നേറ്റിട്ടില്ല. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അവൻ അവിടെ ഹാളിൽ ഇരിക്കുകയാണ്, എന്തൊക്കെയോ ചിന്തിച്ച്. ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയാലോ, എന്നാൽ പിന്നെ വിവാഹം കഴിക്കണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ അമ്മ വന്നു അവൻ്റെ അടുത്തിരുന്നു. നീ ഇന്ന് നേരത്തെ എണീറ്റോ? അവനൊന്നും മിണ്ടില്ല, ഒന്ന് ചിരിച്ചു. നീ ഇവിടെ ഇരിക്കെ, അമ്മ നിനക്ക് ചായ തരാം എന്നൊക്കെ പറഞ്ഞു അവൻ്റെ അമ്മ അടുക്കളയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും ഒപ്പം വന്നു. ആ മോനെ ആദി, നീ നേരത്തെ എണീറ്റോ? നീ വിവാഹമാണെന്ന് കരുതിയിട്ടാണോ നേരത്തെ എഴുന്നേറ്റത് എന്ന് കളിയാക്കി അച്ഛൻ പറഞ്ഞു. അപ്പോൾ അവനൊന്നും മിണ്ടിയില്ല, അവനൊന്ന് ചിരിച്ചു. അച്ഛനും അവൻക്കും അമ്മ ചായയും കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞു, 10നും 10:30ക്കും ഇടയിലാണ് മുഹൂർത്തം. അതിന് മുന്നായിട്ട് നമുക്ക് അവിടെ എത്തണം, ഓഡിറ്റോറിയത്തിലേക്ക് എത്തണം. അപ്പോൾ നേരത്തെ തന്നെ പോകേണ്ടി വരും. 9 മണിയൊക്കെ ആവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം, അല്ലേ മോനെ എന്ന് അച്ഛൻ പറഞ്ഞു. അവൻ അതെ, അപ്പോൾ പോകാം എന്നൊക്കെ പറഞ്ഞു അവർ ചായ കുടിക്കുകയാണ്. അമ്മായിക്ക് എങ്ങനെയുണ്ട് അമ്മേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സുഖമായിട്ടുണ്ട്. ഇന്നലെ രാത്രിയൊന്നും കുഴപ്പമില്ല, നല്ല സുഖമായി കിടന്നു ഉറങ്ങിയിട്ടുണ്ട് അമ്മായി. അമ്മായിയുടെ കൂടെയായിരുന്നു ഞാൻ. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അമ്മായിയുടെ കൂടെ തന്നെ ഞാൻ കിടന്നു. അപ്പോൾ ആദി പറഞ്ഞു, അത് നന്നായി അമ്മേ, എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അറിയില്ലല്ലോ, അമ്മ ഒപ്പം കിടന്നത് നന്നായി എന്നും പറഞ്ഞു അവർ ചായ കുടിക്കുകയാണ്. ഇന്നേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കി. ടാറ്റാ.